ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ചരിത്രം കുറിച്ച് കുഞ്ഞ് ആലൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാരം ഇന്ന്. മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിലെത്തിച്ചു. ആലൻ ഷെറിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് വീട്ടിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, ഈ അവയവദാനത്തിലൂടെ 4 കുരുന്നുകൾക്ക് പുതുജീവൻ നൽകി വിട പറഞ്ഞ ആലൻ ഷെറിൻ ഇപ്പോൾ യാത്രാമൊഴിയേകുകയാണ് കേരളം. വീട്ടിലേക്ക് വലിയ രീതിയിലുള്ള ആളുകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി എപ്പോഴാണ് ഈ പൊതുദർശനം അവസാനിക്കുക? മറ്റു ചടങ്ങുകൾ എങ്ങനെയാണ്? ശരി, 2 മണിവരെയാണ് വീട്ടിലെ പൊതുദർശനം സമയം ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തുടങ്ങിയതാണ്. രാവിലെ ഈ മോർച്ചറിയിൽ നിന്നും എടുത്ത് അവിടുത്തെ ആശുപത്രിയോട് ചേർന്നുള്ള ചർച്ചിൽ രാവിലെ തന്നെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. അതിനുശേഷം അവിടെ നിന്നും വീട്ടിലേക്ക് എത്തിച്ചു. ഇപ്പോഴും ഇവിടെ നിരവധി പേരാണ് അനുശോചനം അറിയിച്ചുകൊണ്ടും അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടും എത്തുന്നത്. ഇവിടെ വീട്ടിൽ 2 മണി വരെയാണ് ഈ ഇതിൻ്റെ കുഞ്ഞിൻ്റെ ഈ ആലൻ ഷെറിൻ എബ്രഹാമിൻ്റെ മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചിട്ടുള്ളത്. അവിടെ നിന്നും ഒരു 3 മണിയോടുകൂടി ഇവിടുത്തെ അടുത്ത മല്ലപ്പള്ളിയിലെ നെടുങ്ങാടപ്പള്ളി CSI ചർച്ചിലേക്ക് കൊണ്ടുപോകും. അവിടുത്തെ ശുശ്രൂഷകൾക്ക് ശേഷം ആ പള്ളിയിൽ തന്നെയാണ്, ആ പള്ളിയിലെ കല്ലറയിലാണ് ആലൻ ഷെറിൻ എബ്രഹാമിൻ്റെ മൃതദേഹം സംസ്കരിക്കുക. അതുവരെയും ഈ പൊതുജനങ്ങൾക്കും അതുപോലെ മറ്റുള്ള ആൾക്കാർക്കുമൊക്കെ ഈ മൃതദേഹം കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. വൈകുന്നേരം വരെയും ഇത്തരത്തിൽ ഈ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നിരവധി പേരാണ് ഇവിടെ എത്തി ഈ ആലൻ ഷെറിൻ എബ്രഹാമിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്, അനുശോചനം അറിയിക്കുന്നത്. അവരുടെ ഈ ആലൻ ഷെറിൻ എബ്രഹാമിൻ്റെ അവയവദാനത്തിലൂടെ കേരളം മുഴുവൻ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥനകളും അതുപോലെ ആ ഒരു അഭിമാന നിമിഷമാണ് ഈ ഉള്ളത്. ഈ ഒരു ഹൃദയം നുറുങ്ങുന്ന വേദനയിലും മറ്റ് 4 പേർക്ക് കൂടി ജീവൻ ഒരു പ്രതീക്ഷ നൽകുന്ന തരത്തിൽ ഈ അവയവദാനം നടത്തിയത് കൊണ്ട് തന്നെ അത്തരത്തിൽ നിരവധി പേർ ഈ ആലൻ ഷെറിൻ എബ്രഹാമിനെ വീട്ടിലെത്തി കാണാനും നിരവധി പേർ എത്തുന്നുണ്ട്. ഇന്ന് വരെ ഈ ആലിനെ ആരും മുമ്പ് കണ്ടിട്ടില്ലാത്തവർ പോലും ഈ വീട്ടിലേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് വീട്ടിൽ നിന്നുമുള്ളത്. വളരെ ഹൃദയവേദനയോടെയാണ് ഈ വാർത്ത എല്ലാവരും കേട്ടത്. എന്നാൽ ഇത്തരത്തിൽ 4 പേർക്ക് പുതുജീവൻ നൽകുന്ന ഒരു കാര്യം അഭിമാനത്തോടെയാണ് കേരളം പറയുന്നത്. എല്ലാവർക്കും ഹൃദയം നുറുങ്ങുന്ന വേദനയും അതുപോലെ തന്നെ പ്രതീക്ഷയറ്റവർക്ക് ജീവിതവും നൽകിയാണ് ഈ പിഞ്ചു കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്നും കടന്നു പോകുന്നത്, ഈ മാലാക ഇവിടെ നിന്നും കടന്നു പോകുന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് ഇത്തരത്തിൽ മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. എന്തായാലും ഈ മല്ലപ്പള്ളി വാലുമണ്ണിൽ കുടുംബാംഗം അരുൺ എബ്രഹാമിൻ്റെയും ഷെറിൻ്റെയും കുഞ്ഞാണ് ആലൻ ഷെറിൻ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ആലൻ ഷെറിൻ ഈ നാടിൻ്റെ നോവായി മാറിയത്. കഴിഞ്ഞ ഫെബ്രുവരി 5-നാണ് ഇത്തരത്തിൽ ഈ ആലിൻ്റെ മരണത്തിന് കാരണമായ ഒരു അപകടമുണ്ടാകുന്നത്. കോട്ടയത്ത് നിന്നും തിരുവല്ലയിലേക്ക് വരുന്ന വഴിയാണ് ഇത്തരത്തിൽ 2 കാറുകൾ കൂട്ടിയിടിക്കുകയും ആലൻ ഷെറിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നത്. അവിടെ നിന്നും ചങ്ങനാശ്ശേരിയിലും പിന്നീട് തിരുവല്ലയിലും ആശുപത്രിയിൽ ദിവസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞുവെങ്കിലും കുട്ടിക്ക് നിലയിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അവിടെ വെച്ചാണ് അച്ഛനും അമ്മയും ഇത്തരത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്തത്. അത്തരത്തിൽ ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ ഉള്ള ആ ഹൃദയവേദനയിലും ഈ ധൈര്യം വീണ്ടെടുത്ത് ഇത്തരത്തിൽ അവയവദാനത്തിന് മുന്നോട്ട് വന്ന മാതാപിതാക്കൾക്കൊപ്പം തന്നെയാണ് അതുകൊണ്ട് കേരളവുമുള്ളത്. ഈ കുഞ്ഞിൻ്റെ കരൾ, 2 വൃക്ക, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങളടക്കമാണ് ഇത്തരത്തിൽ അവയവദാനത്തിനായി അവയവദാനം നൽകിയത്. അത്തരത്തിൽ മറ്റ് 4 പേർക്ക് കൂടി ഇപ്പോൾ പുതുജീവിതം ലഭിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഈ കുഞ്ഞിൻ്റെ വിയോഗം ഈ കുടുംബക്കാർക്കും അതുപോലെ ഈ നാട്ടുകാർക്കുമെല്ലാം വളരെയധികം വേദന പകരുന്ന ഒന്നാണ്. നിരവധി പേർ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഈ കുഞ്ഞിനെ കാണാനായി എത്തുന്നുണ്ട്. നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ രാവിലെ
മുതൽ എത്തുന്നുണ്ട്. എന്തായാലും 3 മണി വരെയും ഈ വീട്ടിൽ ഈ സംസ്കാര ചടങ്ങുകൾക്കൊപ്പം തന്നെ അനുശോചനം അറിയിക്കാനും അന്തിമോപചാരം അർപ്പിക്കാനുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടുത്തെ CSI ചർച്ചിലേക്ക് ഈ തൊട്ടടുത്ത് തന്നെയുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടെയും ശുശ്രൂഷകൾ, മതപരമായ ചടങ്ങുകൾക്കൊക്കെ ശേഷമായിരിക്കും ഇത്തരത്തിൽ ഈ സംസ്കാരം നടക്കുക. ആ സമയം വരെയും പൊതുജനങ്ങൾക്കടക്കം ഇവിടേക്ക് ഈ കുഞ്ഞിനെ കാണാനുള്ള ഒരു അവസരമുണ്ട്. എല്ലാവരും വരുന്നവരെല്ലാം നിറമിഴികളോടെയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. അന്ത്യാഞ്ജലി അർപ്പിക്കുന്നവരൊക്കെ ഒരു നേർത്ത വിങ്ങലോടെയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. നമുക്കറിയാം, ഒരു പിഞ്ചു കുഞ്ഞാണ്. ഈ വീട്ടിലിപ്പോൾ കളിച്ചു നടക്കേണ്ട ഒരു പ്രായമാണ്. വെറും 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് അവളുടെ കളിച്ചിരികളൊക്കെ കേട്ടാണ് ഈ വീട്ടുകാരടക്കം എല്ലാ ദിവസവും ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അവൾ കിടന്ന് ഉറങ്ങുന്നത് പോലെ, അവളുടെ ആ മുഖം എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നത് പോലെയാണ് ഉള്ളത്. ആ ഒരു മുഖം കാണുമ്പോൾ അവൾ ഉറങ്ങുകയാണോ എന്നൊരു സംശയമാണ് നമ്മൾക്കുമുള്ളത്. എന്നാൽ ആ ഒരു ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയിലും ആ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വേദനയിൽ എല്ലാവരും പങ്കുചേരുകയാണ്. നിരവധി പേരാണ് ഇവിടേക്ക് രാവിലെ മുതൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നത്. ഐശ്വര്യ, അത്രയേറെ സങ്കടമേറിയ ഒരു യാത്രയപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്രതീക്ഷിതമായൊരു വിയോഗം. എന്നാൽ അവയവദാനത്തിൽ പുതുചരിത്രം എഴുതി 4 കുരുന്നുകൾക്ക് പുതുജീവനേകിയാണ് ആലിൻ വിടവാങ്ങുന്നത്. കണ്ണൻ, മറ്റൊരു കാര്യം, അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് കുഞ്ഞു മാലാഖയ്ക്കിടെ ഈ ഒരു സംസ്കാര ചടങ്ങുകളൊക്കെയും നടക്കുക. അപ്പോൾ ഏതെങ്കിലും മന്ത്രിമാർ, പ്രമുഖരൊക്കെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ? അത്തരത്തിൽ തന്നെയാണ് ഈ കുഞ്ഞു മാലാഖ എന്നതിനെ വിഷമിക്കുക. ഈ കുഞ്ഞു മാലാഖയുടെ ആ ഒരു അവയവദാനത്തിലൂടെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും മാതൃകയായ ആ കുഞ്ഞു മാലാഖയുടെ ഓടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെ ഇത്തരത്തിലൊരു ഔദ്യോഗിക യാത്രയയപ്പ് തന്നെയാണ് നൽകുന്നത്. അത് ഈ പള്ളിയിലെ ചടങ്ങുകൾക്ക് അതിനു മുൻപ് എന്തായാലും ഉണ്ടാകും. ഈ നിരവധി പേരെ പോലെ തന്നെ മന്ത്രി അടക്കം ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. രാവിലെ ഇപ്പോൾ പൊതുജനങ്ങളാണ് കൂടുതലായും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ മണിക്കൂറുകളിൽ മന്ത്രി അടക്കം ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം പള്ളിയിലെയും വിവിധ ചടങ്ങുകളിൽ പ്രമുഖരടക്കം പങ്കെടുക്കും എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ കുഞ്ഞു മാലാഖയ്ക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ് ഈ നാട്. ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല, ഒരു അപ്രതീക്ഷിതമായ ഒരു വിയോഗമാണ് ഈ കുഞ്ഞുകുട്ടിയുടേത്. നിരവധി പേര് എല്ലാ ദിവസവും അവളുടെ ചിരികൾ കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ അതൊരു നൊമ്പര കാഴ്ചയാണ്. അവളിപ്പോൾ പോകുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം പോലും ഉൾക്കൊള്ളാനാകാത്ത പലരുമുണ്ട്. ആ ഒരു സങ്കടം ഉള്ളിൽ ഒതുക്കുമ്പോൾ തന്നെ മറ്റ് 4 പേർക്ക് പുതുജീവിതത്തിന് ആ ഒരു പ്രതീക്ഷ നൽകിയ ഒരു സന്തോഷവും അവർക്കൊക്കെ ഉണ്ട്. അവരിലൂടെ ഈ കുഞ്ഞ് മാലാഖയെ അവർക്ക് വീണ്ടും കാണാൻ, ഈ ആലിൻ ഷെറിനെ വീണ്ടും കാണാൻ കഴിയുമല്ലോ എന്നൊരു സന്തോഷമാണ് വീട്ടുകാർക്കടക്കമുള്ളത്. അവർക്ക് ഒറ്റ മകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ 4ഓളം കുട്ടികൾ അവരുടെ അവരിലൂടെ കാണാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിലൊരു സന്തോഷകരമായ ഒരു കാര്യവുമുണ്ട്. എന്നാൽ അതിനപ്പുറം ഈ കുഞ്ഞിൻ്റെ ഒരു വിയോഗം എല്ലാവർക്കും വലിയൊരു വേദന തന്നെയാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ഇത് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത ആ അച്ഛനെയും അമ്മയും എല്ലാവരും അഭിനന്ദിക്കുന്നത്. ഈ വേദനയിൽ അവരെല്ലാവരും പങ്കുചേരുമ്പോഴും ഇത്തരത്തിലൊരു ധീരമായ തീരുമാനമെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അത് തന്നെയാണ് ഇവിടേക്ക് ആളുകളുടെ ആ ഒരു ഒഴുക്ക് ഉണ്ടാകുന്നത്. നിരവധി പേർ ഇപ്പോൾ തന്നെ പല ഭാഗത്തു നിന്നും ഇവിടേക്ക് ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും വീട്ടുകാരടക്കം ഇവിടെ മറ്റ് പള്ളിയുടെ ഭാരവാഹികളടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ പ്രാർത്ഥനയടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട്. മാത്രമല്ല അനുശോചനം അറിയിക്കലടക്കം നടക്കുന്നുണ്ട്. ഇതിനുശേഷം ഇവരുടെ മറ്റ് മതപരമായ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് ഇനിയും പള്ളിയിലെത്തിയിട്ടും അത്തരത്തിലുള്ള ചടങ്ങുകൾ തുടരും. ആ പള്ളിയിലും ഏകദേശം
അരമുക്കാൽ മണിക്കൂറോളം അത്തരത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം കുടുംബാംഗങ്ങൾക്ക് മാത്രമായി അത്തരത്തിൽ ആ പള്ളിയിലെ ആളുകൾക്ക് മാത്രമായി ചില ആചാരപരമായ കാര്യങ്ങൾ, ചില പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ ഉണ്ട്. അതിനുശേഷം ഈ പള്ളിയിലെ ഒരുക്കിയിട്ടുള്ള കല്ലറയിലേക്ക് അലിൻ ഷെറിൻ സംസ്കരിക്കും. അത്തരത്തിലുള്ള നടപടികളാണ് ഇനിയിപ്പോൾ മുൻപോട്ട് പോകാനുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ വീട്ടിൽ ഈ പൊതുദർശനം അടക്കമുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ശരി, കണ്ണൻ ദേവാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.